സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് നൈറ്റ്. നാം ഒരുമിച്ചുള്ള ആദ്യ രാത്രി. സജി, വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്, നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. വിവാഹിതർക്കുള്ളതാണ് ആദ്യ രാത്രി. വിവാഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചടങ്ങ് മാത്രമല്ലേ? അതെ, ജീവിതത്തിലും ആ ചടങ്ങിനൊരു പ്രാധാന്യമില്ലേ? ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് സജിയുടെ വീട്ടിലേക്കാന്നുള്ള വിശ്വാസത്തിലാ. പക്ഷെ തൽക്കാലം ഈ സാഹചര്യത്തിൽ 2-3 ദിവസം നമ്മൾ മാറി നിൽക്കുന്നു. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനു നീ ധൃതിപ്പെടണം? സജിയുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എല്ലാം ആഫ്റ്റർ മാരേജ്. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. ഗായത്രി കിടന്നോളൂ, ഞാൻ അപ്പുറത്തുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സജി, സജി, ഏയ് ഗായത്രി, എന്താ എന്തുപറ്റി? ഏയ് കൂൾ കൂൾ. എന്തു പറ്റി മോക്ക്? എന്തു പറ്റി? സ്വപ്നമല്ല കണ്ടോ? കിടന്നു. കോമളം, കോമളം എവിടെ പോയിരിക്കണോ? എന്താ അമ്മേ? ആ, കോമളത്തിനെ കാണാനില്ല. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആരും ഓർമ്മിപ്പിക്കാതെ ഒറ്റയ്ക്ക് ചെയ്തൂടെ? കഷ്ടം. അവൾ അടുത്ത വീട്ടിൽ പോയതല്ലേ? ഇത്രയും പ്രായമായിട്ട് ഒരു ഉത്തരവാദിത്ത ബോധമില്ലേ? പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. എപ്പ നോക്കിയാലും കോമളം കോമളം. ദാ വന്നു അമ്മേ. ചേച്ചി ചേച്ചി, പെട്ടെന്ന് കേട്ടത്. എനിക്ക് തീരെ സമയമില്ല. കാര്യാക്കണ്ട, അമ്മ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും കോമളം കോമളം. അച്ഛനെ വിളിക്കുന്നുണ്ട്. പതുക്കെ. മോളെ കോമളം, തേച്ചു വെച്ച അച്ഛന്റെ ഷർട്ട് എവിടെ? എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഞാൻ ഇറങ്ങിയിട്ട് മതി നിങ്ങളുടെ പുറപ്പാടൊക്കെ. അച്ഛൻ ആദ്യം കണ്ണട എടുത്തിട്ട് ആ ഹാങ്ങറിന്റെ മുകളിലുണ്ട് ഷർട്ട്. അച്ഛൻ എങ്ങോട്ടേ രാവിലെ തന്നെ? ആ, ട്രഷറിയിലൊന്ന് പോയി വരട്ടെ, പെൻഷൻ വാങ്ങണം. ഓക്കെ. ഗായത്രി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനൊരു സാഹചര്യം വന്നാ വളരെയധികം ശ്രദ്ധിക്കണം നീ. നമ്മൾ സ്ത്രീകളാണ്. പുരുഷന്റെ ഉള്ളറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്ത്രീ ശരീരത്തെയാണ്. സ്ത്രീ ഹൃദയത്തെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്തുക പ്രയാസമാണ്. നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ജീവിതം തന്നെയാണ്. പുരുഷന്റെ ഭംഗിവാക്കുകൾ കേട്ട് അവന്റെ സ്നേഹപ്രകടനങ്ങളിൽ വീണു പോകും മുമ്പ് ഒരുപാട് ചിന്തിക്കണം. കീഴ്പ്പെടുത്തുക, സ്വന്തമാക്കുക. ഇഷ്ടമില്ലാന്ന് തോന്നുമ്പോൾ നിഷ്പ്രയാസം തള്ളി മാറ്റുക. അതാണ് അവന്റെ സ്വഭാവം. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ പറ്റിയേ?